എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം അല്പം കഠിനമായി തോന്നിയാലും നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഏതെങ്കിലും കഠിനമായ സാഹചര്യം വരുമ്പോൾ നിങ്ങളത് മാക്സിമം ഈ കണക്ക് എഴുതുന്ന പോലെയാണ് മക്കളെ. കണക്ക് എഴുതിയാലുള്ള ഗുണം എന്താ? കണക്ക് പരീക്ഷ എഴുതുമ്പോൾ എന്താ ഗുണം? അത് ഉത്തരം തെറ്റാണെങ്കിലും വഴികൾക്ക് മാർക്ക് കിട്ടും, ഇല്ലേ? ഇതുപോലെ വചനവും ഉത്തരം ചിലപ്പോൾ തെറ്റാവും. ഇപ്പോൾ ഒരു 20 മാർക്കിൻ്റെ ചോദ്യം, നിങ്ങളുടെ ഉത്തരം തെറ്റാണ്, പക്ഷേ അത് 20 മാർക്കും പോകത്തില്ല. എന്ത് കിട്ടും? നിങ്ങൾക്കൊരു 16 മാർക്ക് കിട്ടും. 4 മാർക്കേ പോകത്തുള്ളൂ വഴി ശരിയാണെങ്കിൽ. വചനവും ഇതുപോലെയാണ്. വചനം സിമ്പിളാണ്. അപ്പോൾ ആ വചനത്തിൻ്റെ പ്രോസസ് ടൈമിൽ എവിടെയെല്ലാം നിങ്ങൾ ക്രിസ്തു വിഹിതമായ കാഴ്ചപ്പാട് സമീപനം കൈവരിച്ചോ അതെല്ലാം വഴികളാണ്, എല്ലാം മാർക്ക് കിട്ടും. അല്ല നിങ്ങൾ വിചാരിക്കുന്നത്, അയ്യോ ഇത് കഠിനമാണല്ലോ, ഇത് എങ്ങനെയാണ് ഞാൻ പാലിക്കണത്? എൻ്റെ മക്കളെ, എടുക്കണ ഓരോ സ്റ്റെപ്പിനും മാർക്ക് കിട്ടിയിരിക്കും. കർത്താവ് എന്നോട് നേരിട്ട് പറയണ കാര്യങ്ങളാണ് നിങ്ങളോട് പറയണത്. ഇതെനിക്ക് ഇതുവരെ അറിയാൻ പാടില്ലായിരുന്നു, അവിടെ ഇരുന്നപ്പോൾ നിങ്ങൾ പാടിയപ്പോഴും കർത്താവ് എനിക്ക് തന്നതാണ്. ഇതുകൂടി പറയാൻ പറഞ്ഞു. ഞാൻ ഇതുകൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കണത്? ഇത് നിങ്ങൾ തോറ്റു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ഈ പരീക്ഷ നിങ്ങൾ തോറ്റു പോകണമെന്ന് വിചാരിച്ചോ, എന്നാലും മക്കൾ അറ്റൻഡ് ചെയ്യണം. വഴിക്ക് മാർക്കുണ്ട്. ശ്രദ്ധിക്കട്ടെ. പരീക്ഷ എന്നെ ദൈവം അനുവദിച്ച പരിഹാരവേദിക്കായി കരുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളെ സഹികെട്ട് ഒരു തന്തക്ക് വിളിച്ചെന്ന് വിചാരിച്ചാരെങ്കിലും, അപ്പോൾ ഇപ്പം തന്നെ പോയി വിളിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതേ. അതായത് ചില കണ്ടാമൃഗങ്ങളോട് നമുക്ക് പൊറുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ തിന്മ നടക്കാതിരിക്കാനെങ്കിൽ ചില ആൾക്കാർ വിളിച്ചു പോകില്ല. എൻ്റെ മക്കൾക്ക് വിളിക്കാൻ, അത് വിളിച്ച് പോകണം വിചാരിച്ചോ, പക്ഷേ വിളിക്കേണ്ട സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം വിളിക്കാൻ പറ്റാതെ വന്നാൽ അത് കൗണ്ടാവും. നിങ്ങളുടെ സംയമനം കൊണ്ടേ നിങ്ങൾ വിളിച്ചില്ല. നിങ്ങൾക്ക് നല്ല ആ സമയത്ത് ഇത്തിരി ആരോഗ്യം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വിശപ്പൊന്നും ഇല്ലാഞ്ഞ സമയമാണ്, ഭക്ഷണം കൊണ്ട സമയമാണ്, സന്തോഷമായിരിക്കുന്ന സമയമാണ്, ക്ഷമിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ പക്ഷേ ഒരു കാര്യം പറയണം. നമ്മുടെ പ്രാർത്ഥന എന്താണ്? പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അതാണ് വചനം. നമുക്ക് ആദ്യമേ ഇവിടെ അൾത്താറ വന്നപ്പോൾ തന്ന വചനമാണ്. അല്ല, ഞാൻ അവിടുന്ന് പഠിച്ചുകൊണ്ട് വന്നതല്ല. ഇവിടെ വന്ന് കയറിയപ്പോഴും എന്നോട് പറഞ്ഞത്, പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള ഈ അഭിഷേക പ്രാർത്ഥന ആവർത്തിച്ച് ചെല്ലാൻ ആണ്. അവിടുന്ന് ഇത്തരം കാര്യങ്ങൾ എൻ്റെ തോന്നുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴെന്താ പറയണത്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന്. നമുക്ക് ഒരു ദിവസമേ മഹത്വപ്പെടുത്താൻ പറ്റുള്ളെങ്കിൽ അത് മതി. 2ാമത്തെ ദിവസം നിങ്ങൾ വീണ് പോയെന്ന് വിചാരിച്ചോ, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. എന്താണ് വഴി? ഇതാണ് വഴിയെന്ന് പറയണത്. നിങ്ങൾ ഒത്തിരിയേറെ ക്ഷമയുടെ വഴികളിൽ എവിടെയെങ്കിലും ഒരു ദിവസമോ 2 ദിവസമോ എങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റിയാൽ അത് വഴിയാണ്, അത് കൗണ്ടാവും, അത് നിങ്ങൾക്ക് ടോക്കണാകും. സ്വർഗത്തിൻ്റെ കണ്ടവന് എന്താ കാരണം കർത്താവ് പറഞ്ഞത്? ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും എൻ്റെ നാമത്തിൽ. കണ്ട വചനം എന്നെ വരവേണ്ടില്ലേ? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന യേശുവേ. ആരാധന, ആരാധന സ്നേഹരാജൻ യേശുവേ. ആരാധന, ആരാധന ആത്മനാഥൻ യേശുവേ. മത്തായി 10:42. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മൾ ചെറിയ കുഞ്ഞു കാര്യമാണെങ്കിലും കൗണ്ട് ആവുന്നതിൻ്റെ അർത്ഥം അല്ലേ? വലിയ ഉത്തരത്തിന് മാത്രമല്ല, ചെറിയ ആ വഴികൾക്കെല്ലാം മാർക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉപദേശിക്കാനുള്ളത്, തിന്മയെ, പാപത്തെ തള്ളി കൊണ്ടുപോവുക. മാക്സിമം ചെയ്യാതെ തിന്മയെ, പാപത്തെ നീക്കി ചെയ്യാതെ പറയാതെ മുന്നോട്ട് നീക്കി കൊണ്ടുപോവുക. അതിനിടയ്ക്ക് വരുന്ന ഓരോ ദിവസവും കൗണ്ടഡാണ്.
അതിൻ്റെ ഓരോ ദിവസവും നീ തിന്മ ചെയ്യാത്ത, നീ സമീപനം പാലിച്ച, കർത്താവിൻ്റെ കൂടെ നിന്ന് കർത്താവിൻ്റെ വചനം കേട്ട ദിവസമാണ്. അത് ടോക്കൺ ദിവസങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകുന്നത്, അതായത് തിന്മ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്, തിന്മ പറയേണ്ട കാര്യങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. എങ്കിലും നമ്മൾ പറയാതെ ക്ഷമിച്ച് സഹിച്ച് തള്ളിക്കൊണ്ടുപോകുന്ന ഒരു സമയമില്ലേ, നമ്മൾ ആരെ തള്ളണമെന്നറിയാമോ? സാത്താനാണ് പുറന്തള്ളണത്. സാത്താനെ പുറന്തള്ളുന്നത് നമുക്ക് ആയുസ് വന്നിരിക്കുന്നത് ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? അല്ലേ? നമുക്ക് ആയുസ് വന്നിരിക്കുന്നത് ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ അതിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ് മണിക്കൂറുകൾ. അപ്പോൾ നിങ്ങൾ തിന്മ ചെയ്യാതെ തള്ളിക്കൊണ്ട് പോകുന്ന അവസരങ്ങൾ എല്ലാം കൗണ്ടഡായി പോകും. നിങ്ങളെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി പോകും, സ്വർഗത്തിലുള്ള നിക്ഷേപമായി പോകും. നമ്മുടെ സബ്ജക്റ്റ് അതല്ലേ, ദൈവത്തിൻ്റെ മഹത്വമായി പോകും. എവിടെയെല്ലാം ദൈവനാമം മഹത്വപ്പെടും. തിന്മ ചെയ്യാതെ കൊണ്ടുപോവുകയും, തിന്മ ചെയ്യാതെ നമ്മൾ തിന്മ പറയാതെ കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ നമ്മൾ പുറന്തള്ളുന്നത് ആരെയാണ്? സാത്താനെയാണ് പുറന്തള്ളുന്നത്. സാത്താനെ പുറന്തള്ളുമ്പോൾ എന്താ സംഭവിക്കണത്? സാത്താനെ പുറന്തള്ളണം എന്താ? അപ്പോഴേ കർത്താവ് ആത്മാവിൽ ആനന്ദിക്കുന്നത്. 10:18 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാന്റെ സുവിശേഷം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. 17 തൊട്ട് എടുത്തോളാം. ലൂക്ക 10:17-18 തിരുവചനങ്ങൾ. ലൂക്ക 10:17-18 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. ആ തിന്മയുടെ ദിവസങ്ങളെ, തിന്മയുടെ വാക്കുകൾ ഒക്കെ നിശ്ചയമായും പറയണമായിരുന്ന തിന്മയുടെ വാക്കുകൾ, തിന്മയുടെ ചെയ്തികൾ ചെയ്യാതെ പറയാതെ കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കണത്? സാത്താൻ ഇടിമിന്നൽ പോലെ താഴേക്ക് നിബദിക്കുന്നു. അതിനാണ് ഈശോ പറഞ്ഞ വാക്ക്, സാത്താൻ പുറന്തള്ളപ്പെടുന്നതെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 12:31. യോഹന്നാൻ 12:31. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ലോകത്തിന്റെ അധികാരി എന്ന് പറയുമ്പോഴേ, പണ്ട് സാത്താൻ ഈശോയോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഈശോയോട് എന്നാ സാത്താൻ പറഞ്ഞത്? ഇതെല്ലാം എൻ്റെതാണെന്ന് പറഞ്ഞില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 4:6. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സാത്താനൊരു ഫോഴ്സ്കിൽ പറഞ്ഞതാണ്. വചനത്തിനാണ് ലൂക്ക 4:6. എന്താണ് സാത്താൻ ഈശോയോട് പറഞ്ഞത്? ഇതെല്ലാം എൻ്റെതാണ്, ഇത് ഞാൻ നിനക്ക് തരാം. എപ്പോഴാണ്? അവനെ ആരാധിക്കുമ്പോഴേ. അപ്പം അതിന് ഈശോ എന്താ മറുപടി പറഞ്ഞ് നമുക്കറിയാം. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. സാത്താനെ പുറന്തള്ളുക എന്നുള്ളതൊരു ആശയപരമായ വിഷയമല്ല, അത് പ്രായോഗികമായ നടപടിയാണ്. പീഡിയ സാത്താനെ പുറന്തള്ളുക എന്ന് പറയുന്നത് ആശയപരമായ ഒരു സുവിശേഷമല്ല, അത് പ്രായോഗികമായ ഒരു നടപടിയാണ്. എന്താ? നമ്മൾ തിന്മ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും ചെയ്യാതെ, തിന്മ പറയാൻ അവസരം ഉണ്ടായിട്ടും പറയാതെ,
നമ്മൾ തള്ളി കൊണ്ടുപോകുന്ന ഓരോ സമയവും നമ്മൾ ചെയ്യണത് എന്താണ്? 12:31 സാത്താൻ പുറന്തള്ളപ്പെടുകയാണ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്. സാത്താനെ പുറന്തള്ളുക എന്നുള്ളത് 12:31 സാത്താനെ പുറന്തള്ളുന്നത് ഉടമ്പടിയുടെ ഭാഗമാണ്. ഒരു ദിവസമാണ് നീ തള്ളിയെങ്കിൽ നിനക്കൊരു ടോക്കണാണ്. 2 ദിവസം തള്ളിയാൽ നിനക്ക് 2 ടോക്കണാണ്. അതായത് ഇങ്ങനെ തിന്മ ചെയ്യാൻ നമുക്ക് എല്ലാവിധ അവസരങ്ങളും ഉണ്ടായിട്ടും, തിന്മ പറയാൻ അവസരമുണ്ടായിട്ടും നമ്മൾ കർത്താവിനെ പ്രതി നമ്മൾ തള്ളി കൊണ്ടുപോവുകയാണ്. നമ്മൾ ആരുടെ തള്ളണത്? സാത്താനെ തള്ളുകയാണ്, അല്ലേ? സാത്താനെ തള്ളി, തിന്മയെ തള്ളി പുറന്തള്ളണത് ആരുടെ നാമത്തിലാണ്? അപ്പോൾ എന്താ സംഭവിക്കണത്? ദൈവനാമത്തിന്റെ മഹത്വം. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചെയ്യാമായിരുന്ന കള്ളത്തരം, ചെയ്യാമായിരുന്ന തിന്മകള് ചെയ്യാതെ ഓരോ ദിവസവും ക്രിസ്തുവിനെ പറ്റി നമ്മൾ തള്ളി മാറ്റുമ്പോൾ സാത്താൻ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ അപ്പോൾ മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒരു മരിയൻ യുദ്ധം എന്നാണ് വിളിക്കുന്നത്. ആത്മീയ ജീവിതത്തിലെ മരിയൻ യുദ്ധം. ദൈവം സാത്താനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ആദ്യത്തെ ഉപകരണമാണ് മരിയൻ. അത് ഉണ്ടാക്കിയതിന് ശേഷം മനസ്സിൽ അതിൻ്റെ രൂപകൽപ്പന, അതിൻ്റെ പ്ലാൻ, അതിൻ്റെ പടം വരച്ചിട്ടതിന് ശേഷം അതിൻ്റെ ദൈവം എന്താ പറഞ്ഞത്? നിനക്കും സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ്റെ കുതികാലിനെ നീ പരിക്കേൽപ്പിക്കും. അപ്പോൾ തന്നെ യുദ്ധം കുറിച്ചു. ദൈവം യുദ്ധം കുറിക്കണത് തിന്മയെ തള്ളാൻ, സാത്താനെ പിന്തള്ളാൻ ദൈവം യുദ്ധം കുറിക്കണത് ആരിലൂടെയാണ്? മറിയത്തിലൂടെയാണ്. മരിയൻ ഉടമ്പടി ഒരു പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഇക്കാലങ്ങളിലുള്ള ഏറ്റവും വലിയ ഒരു കാഹളമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മരിയൻ യുദ്ധകാഹളമാണ്. തിന്മയെ പുറന്തള്ളാനുള്ള ദൈവകൽപ്പിതമായ, ദൈവനിശ്ചയപ്രകാരമുള്ള, ദൈവ പദ്ധതി പ്രകാരമുള്ള നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. ഉൽപ്പത്തി 3:15 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി 3:15 നീയും സ്ത്രീയും തമ്മിലും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. അവൻ നിന്റെ തല തകർക്കും. ഇതാണ് സംഭവം. അവൻ നിന്റെ തല തകർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മളോട് തിന്മയെ ചെയ്യാതെ നീട്ടിക്കൊണ്ട് പോകുമ്പോഴാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മൾ പറയാനുള്ള ഒരു അസഭ്യം പറയാതെ നമ്മൾ നീട്ടിക്കൊണ്ട് പോകുമ്പോഴേ അത് പിന്നീട് ചിലപ്പോൾ ഇല്ലാതെ നമ്മൾ ഒരിക്കലും പറഞ്ഞില്ലെന്ന് വരും. അപ്പോഴൊക്കെ തല കറക്കണം. നമ്മളിലൂടെ തല കറക്കണത് ആരാണ്? ക്രിസ്തുവിൻ്റെ നാമത്തിൽ സാത്താൻ്റെ തല തകർക്കുകയാണ്. ഉടമ്പടിയിലൂടെ നമ്മൾ ചെയ്യണത് അതാണ്. ആ ഉടമ്പടിയിലെ ഏറ്റവും വലിയ വിഷയം എന്താണ്? നമ്മുടെ വിശുദ്ധീകരണം തന്നെയാണ്. ഉടമ്പടി ആദ്യം വെളിപ്പെടുത്തുന്ന കാലത്ത് ദൈവം വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. പിന്നെയാണ് അടയാളങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. എൻ്റെ കയ്യിൽ തന്ന എല്ലാം അനുഗ്രഹങ്ങളാണ്. അതേസമയം വിജയകുമാരൻ്റെ കയ്യിൽ കൊടുത്ത എല്ലാം പാപങ്ങളാണ്. തമ്മിൽ കൂട്ടിവെച്ച നിമിഷങ്ങളാണ്. ഉടമ്പടിയാണ് നമ്മൾ പറഞ്ഞത് ആത്മാവിൻ്റെ അഭിഷേകത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് സാത്താനെ പിന്തള്ളുക. സാത്താനെ പിന്തള്ളുക എന്ന് പറയുമ്പോൾ അത് ഉൽപ്പത്തി 3:15 പ്രകാരമുള്ള പിന്തള്ളലാണ്. അത് മരിയ യുദ്ധത്തിൻ്റെ ഭാഗമാണ്. മരിയ യുദ്ധത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിൻ്റെ വിജയമാണ്. കൈയ്യടിച്ച് കർത്താവ് ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മരിയ യുദ്ധത്തിൻ്റെ ഉദ്ദേശം എന്താണ്? മരിയ യുദ്ധത്തിൻ്റെ ഉദ്ദേശം സാത്താനെ പുറന്തള്ളുകയാണ്. സാത്താനെ പുറന്തള്ളുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അപ്പോഴെന്താ സംഭവിക്കുന്നത്? ദൈവനാമം മഹത്വപ്പെടും. ദൈവനാമം മഹത്വപ്പെടും. എന്താ സംഭവിക്കുന്നത്? അടയാളങ്ങൾ കാണും. മനസ്സിലായില്ലേ? അതാണ് 2:15 കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞതിന് ശേഷം
അത് അവസാനിക്കുമ്പോൾ യോഹന്നാൻ എന്താ പറയണത്? 2:11 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 2:11. യോഹന്നാൻ 2:11. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. ഇതൊന്നിന് പറയേണ്ടി വരും. എന്താ ഒന്നിന് പറഞ്ഞ? യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിലെ അത്ഭുതം. അപ്പോൾ അത്ഭുതത്തിലൂടെ എന്താ സംഭവിച്ചത്? കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നത്. കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്നതിന് കാരണമായത് ആരാണ്? മറിയം. ഇപ്പൊ എന്താ? മറിയം യുദ്ധത്തിലൂടെയാണ് ദൈവത്തിൻ്റെ മഹത്വം റീക്യാപ്ചർ ചെയ്യണത്. മനസ്സിലായില്ലേ? അതായത് ദൈവത്തിൻ്റെ യുദ്ധം, അതായത് സാത്താൻ മനുഷ്യനെ പിഴപ്പിച്ചുകൊണ്ട് മനുഷ്യപ്രകൃതിയിൽ ദൈവത്തിന് സ്ഥാനമില്ലാണ്ടാക്കിയിട്ട് സാത്താൻ ദൈവത്തിൻ്റെ സ്ഥാനം അപഹരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ കെടുത്തിക്കളഞ്ഞിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച ആ വലിയ വിപത്ത്, അത് പിന്തള്ളപ്പെടുന്നത് ആദ്യം തന്നെ മറിയം വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആ വചനത്തിൽ വിശ്വസിക്കുക വഴി ക്രിസ്തുവിനെ ഉദരത്തിൽ മാംസമാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട്, ആ ക്രിസ്തുവിനെ വചനത്തെ വിശ്വസിച്ച് ക്രിസ്തുവിനെ ഉദരത്തിൽ സ്വീകരിച്ച് വചനത്തെ പെറ്റു വളർത്തി ലോകത്തിന് നൽകി ക്രിസ്തുവിലൂടെ അടയാളങ്ങൾ സംഭവിച്ചുകൊണ്ട് ലോകത്തിലെ സാത്താൻ്റെ എല്ലാ നടപടികളെയും എല്ലാ തിന്മകളെയും പുറന്തള്ളിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക വഴി തിന്മയിൽ നിന്ന് ലോകത്തെ വീണ്ടെടുത്തുകൊണ്ട് ഈ വലിയ പരിശ്രമങ്ങളെല്ലാം നടക്കുമ്പോൾ അതിൻ്റെ ഫലമായി ദൈവനാമം മഹത്വപ്പെടുമ്പോൾ, അതിൻ്റെ ഫലമായി അടയാളം നടക്കുമ്പോൾ ഈ ഉടമ്പടി കാണുന്ന മുഴുവനും അടയാളങ്ങൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിൻ്റെ അടയാളങ്ങളും, അതുപോലെ തന്നെ നിങ്ങൾ സാത്താനെ വചനം സ്വീകരിച്ചുകൊണ്ട് അമ്മയെപ്പോലെ അവൻ്റെ കുതികാലിന് പരിക്കേൽപ്പിക്കുന്ന മരിയ യുദ്ധത്തിൻ്റെ പിന്നണി പോരാളികളായി ദൈവം തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഉടമ്പടി ഒരു മരിയ യുദ്ധമാണ്. യുദ്ധത്തിൻ്റെ ഉദ്ദേശം പരിശുദ്ധ അമ്മ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണോ? നിനക്ക് സ്ത്രീക്കും തമ്മിലും എൻ്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലും ശത്രുത ഉളവാക്കും, അവൻ്റെ കൊതികാലിന് നീ പരിക്കേൽപ്പിക്കുമെന്ന് പറഞ്ഞ ദൈവികമായ പദ്ധതി നിറവേറ്റിയത് പരിശുദ്ധ അമ്മയിലൂടെയാണെങ്കിൽ, അമ്മയുടെ വചനം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ആധ്യാത്മിക പരിചരണത്തിലൂടെയും ആധ്യാത്മിക ജീവിത രീതിയിലൂടെയും അനുനിമിഷം നമ്മൾ തിന്മകളുടെ ശക്തികളെ പിന്തള്ളി സാത്താനെ പിന്തള്ളി ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റി അടയാളം ഗ്രഹിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റത്തിലേക്കാണ് ദൈവം ഉടമ്പടിയിലൂടെ നമ്മൾ വിളിച്ചിരിക്കണം എന്നുള്ള സത്യാവസ്ഥയാണ് ഇന്ന് രാവിലെ മുതൽ വെളിപ്പെടുത്തപ്പെട്ടത്. അതിൻ്റെ ആ സത്യാവസ്ഥയുടെ പ്രാർത്ഥനാ രൂപമാണ് ആദ്യമേ വെളിപ്പെട്ട് കിട്ടിയത്. കർത്താവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, കർത്താവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ നാമത്തെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അഭിഷേകം കിട്ടുന്നവർ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ 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 നാമത്തെ മഹത്വപ്പെടുത്തണമേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കളെ, അച്ഛൻ അപ്പോഴേ ഓരോ രോഗങ്ങളെയും ഓരോ വ്യാധികളെയും ഓരോ ആധികളെയും നിങ്ങളെ ബലാത്കാരമായി പിടിമുറുക്കിയിരിക്കുന്ന ജീവിത പ്രശ്നങ്ങളെ പരിശുദ്ധ അമ്മയുടെ സൈന്യാധിപയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് പുറന്തള്ളുമ്പോൾ
നിങ്ങൾ ആവർത്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നാക്കണം. എന്താണ്? കർത്താവേ, അവിടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അച്ഛൻ എപ്പോഴാണ് പ്രാർത്ഥന നിർത്തുന്നത് അതുവരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. കർത്താവേ, ആവർത്തിച്ച് പറഞ്ഞു, കർത്താവേ, അവിടെ നാമത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, അവിടെ നാമത്തെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെയും മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. അമ്മേ, പരിശുദ്ധമ്മ ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി ഈ നിമിഷം മാധ്യസ്ഥം വഹിക്കണം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിക്കുന്ന അപ്പാ, സ്വർഗീയ പിതാവേ, അങ്ങ് പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ, സ്വർഗം തുറക്കണമേ. അപ്പാ, സ്വർഗം തുറക്കണമേ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യേശുനാമത്തിൽ സ്വീകരിക്കണമേ. അപ്പാ, സ്വർഗം തുറക്കണമേ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യേശുനാമത്തിൽ സ്വീകരിക്കണമേ. കർത്താവേ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളും എന്നെല്ലാം കേൾക്കുന്നുവോ, എവിടെയെല്ലാം വെച്ച് കേൾക്കുന്നുവോ അപ്പോഴെല്ലാം അപ്പാ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ മക്കൾ അനുഭവിക്കുന്ന രോഗങ്ങള്, തലയിലെ സിസ്റ്റ് രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള് അപ്പാ തൊട്ട് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എവിടെയെല്ലാം സിസ്റ്റുകളുണ്ട്, എവിടെയെല്ലാം ഞരമ്പുകൾ ബ്ലോക്കായിരിക്കുന്നുവോ, എവിടെയെല്ലാം രക്തം കട്ട പിടിച്ചിരിക്കുന്നുവോ, എവിടെയെല്ലാം രക്തം നീരായി മാറുന്നുവോ അവിടെയെല്ലാം അപ്പാ മക്കളെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ്, ഞങ്ങളുടെ രക്ഷകനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ അപ്പാ, ഓരോ മകനെയും ഓരോ മകളെയും സ്പർശിക്കണമേ. വേദനയും എന്ത് നീറുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവര്, വിവാഹം നടക്കാത്തവര്, മക്കൾ ഇല്ലാത്തവര്, അവിടെ വേദനകളെ ഇപ്പോഴേറ്റെടുക്കണമേ. സാമ്പത്തിക ബാധ്യതകള്, സാമ്പത്തിക കടങ്ങള്, തെറ്റ് നടപടികള്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, വിശ്വാസമില്ലാത്തവര്, ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ കുഴങ്ങുന്നവര്, ജീവിക്കാൻ മാർഗമില്ലാത്തവര്, കിടക്കാൻ ഇടമില്ലാത്തവര്, അപമാനം ഭാരത്ത് നിറഞ്ഞ് തലകുനിച്ച് നടക്കുന്നവര്, കേസിലായിപ്പെട്ടുള്ളവര്, ജയിലാകപ്പെട്ടവര്, പലതരത്തിലുള്ള വേദനകളിലും വിപത്തുകളിലും ശാരീരികമായ മാനസികമായ അകൽച്ചകളിൽ ജീവിക്കുന്നവര്, വിവാഹ മോചനത്തിലിരിക്കുന്നവര് എല്ലാവരും അപ്പാ ശ്രദ്ധിക്കണമേ, എല്ലാം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികള് അപ്പാ, പലതരത്തിലുള്ള ദുശ്ശീലങ്ങള്, തിന്മകളുടെ ശക്തികള് എല്ലാവരും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ കർത്താവേ, യാത്രയിലിരിക്കുന്നവര്, പരീക്ഷക്കാര്, പരീക്ഷ എഴുതിയവര്, എഴുതാൻ പോകുന്നവര്, പഠിക്കാൻ പോകുന്നവര് അപ്പാ, എല്ലാവരുടെയും കുറവുകള് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്ക് ചെയ്യുന്ന ഉടമ്പടിയുടെ എല്ലാം എടുത്തിട്ടുള്ള എല്ലാ മക്കളുടെയും മേലെ കർത്താവേ, അവരുടെ കഴിവ് കൊണ്ടല്ല അങ്ങയുടെ കൃപയാൽ അവർ ഏറ്റെടുക്കണമേ. മക്കള്, കുഞ്ഞുങ്ങള്, സംസാരിക്കാത്തവര്, ചെവി കേൾക്കാത്തവര്, നടക്കാത്തവര്, കിടപ്പ് രോഗികള്, വിശപ്പ് രോഗികള്, ആക്ടിവിസമുള്ള രോഗികള്, ഹൈപ്പർ ആക്ടിവിറ്റി രോഗികള്, ഓട്ടിസം രോഗികള് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉദര രോഗികള്, ഗർഭാശയ രോഗികള്, ഗർഭം ധരിക്കാത്തവര്, അബോർഷനായി പോകുന്നവര് അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എല്ലാവരെയും ഏറ്റെടുക്കണമേ. കടങ്ങള്, കടമ്പോളങ്ങള് അടഞ്ഞു കിടക്കുന്നവര്, വരുമാന മാർഗമില്ലാത്തവര്, തൊഴിൽ ചെയ്യാൻ വരുമാന മാർഗമില്ലാത്തവര്, പലതരത്തിലുള്ള ഉദ്യമങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവര്, തടയപ്പെട്ടിരിക്കുന്നവര് എല്ലാവരുടെ മേലും അപ്പാ നിങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങള്, കൃപാസനത്തിൽ ഉടമ്പടിയെടുത്ത് പോയവര്, ഉടമ്പടി ചെയ്തോണ്ടിരിക്കുന്നവര്, ഉടമ്പടി പുതുക്കിയവര്, ഉടമ്പടിക്ക് വരാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ മേൽ എല്ലാം അപ്പാ ദൈവത്തിന്റെ ശുദ്ധിക്കട്ടെ. Touch with the fire finger, soak with the precious blood, and with the authority of the Catholic Church, with the power of Jesus Christ, with the merit of some holy priesthood, I bless her for you. So grace and peace and power and healing
In the name of Jesus Christ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. എല്ലാവരും മുട്ടാൻ നിൽക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാൻ വിട്ടുപോയ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സമാപന ആശീർവാദം. കൃപാസനത്തില് നാളിതുവരെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനം അനുസ്മരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും ഈശോയെ നിന്റെ നാമം മഹത്വപ്പെടുവാൻ അതുവഴി ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും കൃപാസനത്തിൽ നടന്ന ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ